ക്രിസ്മസ് ആവാനായി കാത്തിരിക്കുകയായിരുന്നു ജോ. എന്തിനെന്നോ, അവന് സാന്റയ്ക്ക് ഒരു കത്തെഴുതണം. അങ്ങനെ ആ ക്രിസ്മസ് രാത്രി വന്നെത്തി. അവൻ സാന്റയ്ക്ക് കത്തെഴുതി വെച്ചു. പ്രിയപ്പെട്ട സാന്റ, എനിക്കിതുവരെ ക്രിസ്മസിന് ഒരു നല്ല ഗിഫ്റ്റ് പോലും തന്നിട്ടില്ല. എന്റെ അച്ഛൻ വാങ്ങിത്തന്ന ഗിഫ്റ്റ് എനിക്കിഷ്ടപ്പെട്ടതുമില്ല. ഇത്തവണ എനിക്കൊരു വില കൂടിയ ഗിഫ്റ്റ് തന്നെ തരണം. ഇത് എഴുതിവെച്ച് അവൻ ഉറങ്ങാൻ കിടന്നു. പാതിരാത്രി ആയപ്പോൾ എന്തോ ശബ്ദം കേട്ട് അവൻ എഴുന്നേറ്റു. നോക്കിയപ്പോൾ സാന്റ അവന്റെ മുന്നിൽ വന്നു നിൽക്കുന്നു. സാന്റ അവനോട് പറഞ്ഞു, ജോ, നിന്റെ കത്ത് ഞാൻ വായിച്ചു. നിനക്കുള്ള ഗിഫ്റ്റ് തരുന്നതിന് മുൻപ് നീ എന്റെ കൂടെ ഒരു യാത്ര വരുമോ? സാന്റ പറഞ്ഞത് കേട്ട് അവന് സന്തോഷമായി. അങ്ങനെ അവൻ സാന്റയുടെ കൂടെ യാത്ര തിരിച്ചു. അവർ പല കുട്ടികൾക്കും ഗിഫ്റ്റ് കൊടുത്തു. സാന്റയുടെ ഗിഫ്റ്റ് കിട്ടിയ കുട്ടികൾക്കെല്ലാം സന്തോഷമായി. അവസാനം അവർ ജോയുടെ വീട്ടിൽ തിരിച്ചെത്തി. സാന്റ ജോയോട് പറഞ്ഞു, ജോ, ഇന്ന് നമ്മൾ ഗിഫ്റ്റ് കൊടുത്ത കുട്ടികളുടെ മുഖത്ത് സന്തോഷം നീ ശ്രദ്ധിച്ചോ? അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ അച്ഛനോ അമ്മയോ ഇല്ല. അതുപോലെ ആരാരുമില്ലാത്ത കുറെ കുട്ടികൾ ഈ ലോകത്തുണ്ട്. അവർ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട് അതിൽ സന്തോഷം കണ്ടെത്തുന്നു. നീയും അവരെപ്പോലെ ആവണം. നിനക്ക് കിട്ടുന്നത് കൊണ്ട് നീ സന്തോഷം കണ്ടെത്തണം. ഇങ്ങനെ പറഞ്ഞു അവനുള്ള ഗിഫ്റ്റ് കൊടുത്തു സാന്റ മടങ്ങി. ജോയ്ക്ക് അവന്റെ തെറ്റ് മനസ്സിലായി. അന്നു മുതൽ അവന്റെ അച്ഛനും അമ്മയും കൊടുക്കുന്നതൊന്നും അവൻ കുറച്ച് കണ്ടിട്ടില്ല.